ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നല്ല കിട്ടില്ല വിശേഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തന്നെയുണ്ട്. അപ്പം അച്ഛൻ എന്നെ നിങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഒരു നിബന്ധനയും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഒരു എതിർപ്പും നിങ്ങളുടെ അച്ഛൻ പറഞ്ഞില്ലേ? ഇല്ലാന്നേ എന്ന് പറഞ്ഞു. ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ശങ്കർ. പിന്നെ എന്തോ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു. ഒരു നിസ്സാര കാര്യമാണ്, ഒരു സിമ്പിൾ കാര്യം എന്ന് പറഞ്ഞു. ഗൗരി ഇങ്ങനെ നമ്മുടെ ശങ്കരനെ നോക്കുകയാണ്. നീ ഇങ്ങനെ നോക്കണ്ട ഗൗരിയെ, അതൊന്നും വലിയ കാര്യമുള്ളൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ്, അത്രേ ഉള്ളൂന്നേ എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ ആ നിസ്സാര കാര്യം എന്താന്നോട് പറ എന്ന് പറഞ്ഞു ഗൗരി. അത് വേറൊന്നും അല്ല ഗൗരി, നീ ഉണ്ടല്ലോ അച്ഛനോടും അമ്മയോടും ഒന്ന് ചെറുതായിട്ടൊരു മാപ്പ് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശിൻ്റെ മുഖത്തേക്ക് നമ്മുടെ ഗൗരി ഇങ്ങനെ നോക്കുകയാണ്. ബാക്കി എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കുകയാണ് കേട്ടോ. ഒരു സിമ്പിൾ സോറി, അത്രയേ ഉള്ളൂ. അതോടെ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും, നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യാം. മാപ്പ് പറയാനോ? എന്തിന് എന്ന് ചോദിച്ചു. അതെ, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ മാപ്പ് പറയേണ്ടത്, അതൊന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് മിണ്ട് നിൽക്കുകയാണ്. എന്നെക്കൊണ്ട് നിർബന്ധിച്ച് കള്ളം പറയിപ്പിച്ചതാ ആരാ? പറ. എന്താ ശങ്കറിനൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരി വേഗം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ശങ്കർ വേഗം ചാടി എഴുന്നേറ്റു. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിലൊരു മാപ്പ് പറഞ്ഞെന്നോർത്ത് എന്താ കുഴപ്പം? അവർ പ്രായമായ ആൾക്കാരല്ലേ. മാപ്പ് പറഞ്ഞെന്നോർത്ത് അവരുടെ മുന്നിൽ നീ ചെറുതായി പോവോ എന്ന് ചോദിച്ചോ. നോക്കൂ ശങ്കർ, നിങ്ങൾ ചെയ്ത് കള്ളത്തരത്തിനൊന്നും ഞാൻ ഒരിക്കലും കൂട്ടുനിന്നിട്ടില്ല. ഞാൻ അപ്പോഴൊക്കെ നിങ്ങളോട് വേണ്ട എന്ന് പറഞ്ഞ് എതിർത്തിട്ടേ ഉള്ളൂ. സത്യം പറയാൻ തുടങ്ങിയപ്പോഴൊക്കെയും നിങ്ങളാണ് എന്നെ തടഞ്ഞു നിർത്തിയത്. എന്താ ശരിയല്ലേ? പിന്നെ എന്ത് വന്നാലും നിങ്ങൾ നോക്കിക്കോളാം എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്താ പറഞ്ഞില്ലേ? എന്നിട്ട് അവസാനം എല്ലാ തെറ്റുകളും എൻ്റെ തലയിൽ വന്ന് വീണു. എന്താ അത്രയും ആൾക്കാരുടെ മുന്നിൽ വച്ച് നിങ്ങളെന്നെ തല്ലി. നിങ്ങളുടെ അച്ഛൻ എന്നെ വീട്ടിൽ നിന്ന് പിടിച്ച് വലിച്ച് പുറത്താക്കി. അതൊന്നും പോരാഞ്ഞിട്ട് നിങ്ങളതെല്ലാം കണ്ടോണ്ട് നിൽക്കല്ലേ ചെയ്തത്? ഒരു മൃഗത്തിനോട് ചെയ്യുന്നത് പോലല്ലേ നിങ്ങളെല്ലാവരോട് ചേർന്ന് എന്നോട് ചെയ്തത്? നിങ്ങളെ താലി കിട്ടിയ നിങ്ങളുടെ ഭാര്യ ഞാൻ. എൻ്റെ അഭിമാനത്തിന് നിങ്ങൾ എന്തെങ്കിലും വില കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ നേരെ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഇപ്പോൾ വന്ന് പറയുന്നു ഞാൻ പാപ്പ് പറയണമെന്നല്ലേ? കഷ്ടം, എന്തിനാ ഞാൻ മാപ്പ് ചോദിക്കേണ്ടത്? അതുകൂടെ പറ ശങ്കർ എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കർ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. എൻ്റെ ഗൗരി, ഇതൊക്കെ എല്ലാ കുടുംബത്തിലും നടക്കുന്ന കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചു. സ്വന്തം അമ്മായിപ്പനും അമ്മായിയമ്മയും ഒക്കെ അല്ലേ, നിൻ്റെ വീടല്ലേ അത്. അപ്പം പിന്നെ വീട്ടിലെ മുതിർന്ന ആൾക്കാരോട് നമ്മളൊരു മാപ്പ് ചോദിച്ചാൽ അവർക്ക് സന്തോഷമാവില്ലേ? പക്ഷെ ശങ്കർ, ഒരു കാര്യം ശങ്കർ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ അമ്മേനെ അച്ഛൻ തല്ലണമെന്ന് ഞാൻ കാണാറുള്ളതാണ്. കമലയിടത്തിനെ ശേഖരേട്ടൻ തല്ലണതും ഞാൻ കാണാറുള്ളതാണ്. പക്ഷേങ്കിൽ ഞാൻ മാത്രം, പിന്നെ നീ പറയണത് പോലെ പരാതിയൊന്നും അവർക്കാർക്കും ഇല്ലല്ലോ. ഞാൻ നിങ്ങളുടെ അമ്മയും കമലയിടത്തിയല്ല. പിന്നെ അവരെ പോലെ തല്ലുകൊള്ളാൻ ഞാൻ നന്ന് തരുമെന്ന് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. എൻ്റെ ഗൗരി, നീ വേണ്ടാത്ത അർത്ഥങ്ങളൊക്കെ എന്തിനാ കാണുന്നത്? തല്ലുകൊള്ളണമെന്ന് ആരാ പറഞ്ഞത്? ഞാനാണോ പറഞ്ഞത്? എൻ്റെ അച്ഛനോടും അമ്മയോടും ഒരു മാപ്പ് ചോദിക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ഇത്ര വലിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ നീയൊന്ന് മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരില്ലേ? നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. ഞാൻ എന്തിനാ മാപ്പ് ചോദിക്കുന്നത്? എൻ്റെ ഭാഗത്തെ തെറ്റെന്താ? അതൊന്ന് പറ എന്ന് പറഞ്ഞു. എൻ്റെ ഗൗരി, നിനക്ക് എന്തിൻ്റെയൊക്കെ കാരണങ്ങളാണ് അറിയേണ്ടത് എന്ന് ചോദിച്ചു. ഒരു കാര്യം ഞാൻ പറയട്ടോ, നിൻ്റെ ഈ അഹങ്കാരം ഒട്ടും നല്ലതല്ല കേട്ടോ എന്ന് പറഞ്ഞു. അഹങ്കാരം അവൾക്കല്ല, നിനക്കാ ശങ്കർ എന്ന് പറഞ്ഞു ആദർശ്. അതെ, ഗൗരി ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ അവൾ എന്തിനാ മാപ്പ് ചോദിക്കുന്നത്? അത് പറ എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശ് നിൽക്കുകയാണ്. നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് നമ്മളത് അംഗീകരിക്കുമ്പോൾ മാത്രമാണ് മാപ്പ് പറയേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരോടും മാപ്പ് പറയേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു ആദർശ്. അളിയൻസ് അപ്പോൾ ഇവക്കപ്പോൾ കൂട്ടു നിൽക്കാല്ലേ എന്ന് ചോദിച്ചു. സ്വന്തം പെങ്ങളുടെ ഭാവിയാ ഇപ്പോൾ ഇമ്മാതിരി ഡയലോഗ് അടിച്ചിട്ട് അളിയൻ സ്പോയിൽ ചെയ്ത് കളയുന്നത്, അത് മറക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശ് ഇങ്ങനെ അത് കേട്ടു, ഒന്നും മിണ്ടിയില്ല. അതെ, എൻ്റെ പെങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളതെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളുടെ കൂടെ തന്നെ കട്ട സപ്പോർട്ടായി നിൽക്കുന്നത്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ശങ്കർ, നീ നിൻ്റെ പെങ്ങളെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ശങ്കർ മിണ്ടാതെ നിൽക്കുകയാണ്. അതെ, വേണിയെ ഇതിനിടയിലേക്ക് വലിച്ചഴിക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു. നീ കാണിച്ച കള്ളത്തരം കാരണമല്ലേ ഇപ്പോൾ എല്ലാവരും ഈ വേദനിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ, നിനക്ക് എന്തെങ്കിലും ഉത്തരം പറയാനുണ്ടോ എന്ന് ചോദിച്ചു.
അപ്പോഴും മിണ്ടാതെ നിൽക്കുകയാണ് ശങ്കർ. എന്ന് മറുപടി പറയാനാ? നിങ്ങൾക്കൊക്കെ പഠിപ്പും വിവരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മുടെ വാഴപ്പിക്കാലോ, അത് ശരിയായിരിക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ശ്യാം സാറേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ. ഞാൻ എൻ്റെ ഭാര്യയോട് ഒരു നിസ്സാര കാര്യമേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, ഒരു സിമ്പിൾ. അതിനാണ് ഇത്രയൊക്കെ ഡയലോഗ് ഇവരടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ ഇവക്കും മര്യാദയ്ക്ക് എൻ്റെ ഭാര്യയായിട്ട് എന്നെ അനുസരിച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹമില്ല എന്നാണ് അതിന് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, നീ ഇവിടെ തന്നെ അങ്ങ് നിന്നോ. ശ്യാം സാറേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ നിങ്ങളുടെ മോളെ എങ്ങോട്ടേക്കും വിടണ്ട കേട്ടോ, ഇവിടെ തന്നെ അവൾ നിന്നോട്ടെ എന്ന് പറഞ്ഞ് ശങ്കർ ഇറങ്ങാൻ തുടങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ തിരിഞ്ഞു നിന്നു. അപ്പോൾ തിരിഞ്ഞ് നമ്മുടെ ഗൗരിയുടെ മുഖത്തേക്കൊന്ന് നോക്കി കേട്ടോ. അപ്പോൾ ഗൗരിയും കട്ടക്കലിപ്പിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തന്നോട് പറഞ്ഞത് താൻ ചെയ്യാത്ത തെറ്റിനാണ് മാപ്പ് പറയാൻ പറയുന്നത്. അപ്പോൾ ഗൗരി എന്നൊരു വിളി. ചങ്ക് പറിച്ച് സ്നേഹിക്കാൻ അറിയുന്നത് പോലെ തന്നെ ഈ ശങ്കർ മഹാദേവന് ഒരാളെ വെറുക്കാനും നന്നായിട്ട് അറിയാം കേട്ടോ എന്ന് പറഞ്ഞു. സ്നേഹിക്കുക മാത്രമല്ല, നീ എന്തിട്ടാ കരുതിയിരിക്കുന്നത് ഞാൻ വാലും ചുരുട്ടി നിന്റെ പിന്നാലെ വരുമെന്നോ? അങ്ങനെയാണെങ്കിൽ നീ വിചാരിക്കുക വേണ്ട, ഇത് ശങ്കർ മഹാദേവനാ, ഇത് ശങ്കർ മഹാദേവൻ, മനസ്സിലാക്കിക്കോ, നീ മറക്കണ്ട എന്ന് മാത്രം പറഞ്ഞു. എന്നിട്ട് ശങ്കർ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് കേട്ടോ. അപ്പം ഗൗരി ഇങ്ങനെ നോക്കിയിരിക്കുന്നു, ഒന്നും പറയാനില്ലല്ലോ ആർക്കും. അപ്പോൾ അതേ നമ്മുടെ ഐത്തും ജോജുവും ചെണ്ടമേളവും ഒക്കെ ആയിട്ട് പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതേലും ചേട്ടന്മാരെ, ശങ്കർ ഭായി ഇതേ ഏട്ടത്തിയമ്മയും കൊണ്ട് പുറത്തേക്ക് വന്ന ഒട്ടനെ തന്നെ ചെണ്ടമേളം തുടങ്ങണം കേട്ടോ. ബാൻഡ് മേളം കൂടെ വേണ്ടായിരുന്നു അല്ലേ ജോജു? ഉണ്ടെങ്കിൽ പൊളിച്ചേനെ. എടായിത്തേ, നമ്മുടെ ശങ്കർ ഭായി ഏട്ടത്തിയും കാണുന്നില്ലല്ലോ. അപ്പോൾ അതേ ശങ്കർ ഭായി ഭയങ്കര കലിപ്പിലിറങ്ങാം, ഇതാ വന്നല്ലോ. അപ്പം എന്നാ പിന്നെ നോക്കിക്കണേ, കൊട്ടട എന്ന് പറഞ്ഞു. അപ്പോൾ ഇവന്മാർ കൊട്ടി തുടങ്ങിയപ്പോൾ നിർത്തട എന്ന് പറഞ്ഞു ശങ്കർ ഭായി. എന്താ പറ്റിയത്? ചെണ്ടമേളം എന്തിനാ നിർത്താൻ പറഞ്ഞത്? ചെണ്ടമേളം വേണമെന്ന് ശങ്കർ ഭായി തന്നെയല്ലേ പറഞ്ഞത്? ഇവന്മാർ വലിയ കുഴപ്പമില്ലാതെ കൊട്ടുമായിരുന്നല്ലോ, പിന്നെന്താ? ചെണ്ടമേളം വേണമെന്ന് പറഞ്ഞത് ഞാനാ, ഇപ്പം നിർത്താൻ പറഞ്ഞതും ഈ ഞാൻ തന്നെയാ. എടായിത്തേ ജോജു, ഇവർക്ക് കാശ് കൊടുത്തവരെ സെറ്റ് ചെയ്ത് വിട്. ശങ്കർ ഭായി, എന്താ ഉണ്ടായത്? ഏട്ടത്തി എവിടെ എന്ന് ചോദിച്ചു. ഗൗരി, അവൾ വരില്ലടാ എന്ന് പറഞ്ഞു. അതെന്താ? അവർ പഠിത്തമൊക്കെയുള്ള ആൾക്കാരല്ലടാ, അവർ ഈ ലോകത്തുള്ള സകല കാര്യങ്ങളും അവർക്കറിയാം, പക്ഷെ അറിയേണ്ട കാര്യങ്ങളൊന്നും അവർക്കറിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. എടാ ആയിത്തെ ജോജു, നിനക്കൊക്കെ ഒരു കാര്യം അറിയോ എന്ന് ചോദിച്ചോ. ഇവരുടെ ജീവിതം എങ്ങനെയായാലും അതിൻ്റെ ഫുൾ ഡിസാസ്റ്ററായി പോയാലും അവർക്കൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ. ശങ്കർ ഭായി, എന്താ ശരിക്കും സംഭവിച്ചത്? ഞാൻ ഇത്രയൊക്കെ പിന്നാലെ നടന്നിട്ടും അവക്കെന്നെ മനസ്സിലാകുന്നതേ ഇല്ല. എൻ്റെ സ്നേഹം മനസ്സിലാവണതേ ഇല്ല അവൾക്ക്. ഒരു നിസ്സാര കാര്യമല്ലേ അവളോട് ഞാൻ പറഞ്ഞോളൂ. അതെ, ഒന്ന് മാപ്പ് ചോദിച്ചു എന്ന് വെച്ചാൽ എന്തൊട്ടാടാ ഇപ്പോൾ കുഴപ്പം സംഭവിക്കാനായിട്ട്? ഗൗരിക്കേ അവക്കത് പറ്റില്ല എന്നാണ് അവൾ പറയണത്. വേണ്ട, അവൾ മാപ്പ് ചോദിക്കണ്ട, അവൾ പറയുകയും വേണ്ട. അവൾ ഇവിടെ അവളുടെ വീട്ടിൽ തന്നെ ഇവിടെ ഇരുന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ലല്ലോ. എടാ ആയിത്തെ ജോജു, ഞാൻ പറഞ്ഞതുപോലെ ഈ ഗൗരി ഇല്ലാണ്ട് ശങ്കർ ഭായിക്ക് ജീവിക്കാൻ പറ്റില്ലേ? പറയടാ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഗൗരി ഇല്ലാതെ ശങ്കർ ഭായിക്ക് ജീവിക്കാൻ പറ്റില്ലേന്ന്. അപ്പോൾ അമ്മമാരിങ്ങനെ ആലോചിച്ചിട്ട് എന്തുട്ടാ സംശയം? ശങ്കർ ഭായി നല്ല അന്തസ്സായിട്ടൊക്കെ ജീവിക്കുന്നേ. മാത്രമല്ല നമ്മുടെ സിഗ്മ ഗ്രൂപ്പില്ലേ, അത് നമ്മൾ നല്ല ഉഷാറാക്കി ഒന്നുകൂടെ അങ്ങോട്ട് പൊടി തട്ടിയെടുക്കും. നമ്മുടെ ശങ്കർ ഭായി കൊമ്പനാണ് കേട്ടോ. ഈ കൊമ്പനെ അങ്ങനെ ആർക്കും പിടിച്ചു കുലുക്കാൻ പറ്റില്ല കേട്ടോ. അവളില്ലാണ്ട് എന്നെ ജീവിക്കാൻ കഴിയില്ലെന്നാ അവൾ കരുതിയിരിക്കണത്. ജീവിച്ച് ഞാൻ കാണിച്ചു കൊടുക്കും. ഞാൻ ഈ ശങ്കർ അവളില്ലെങ്കിലും ജീവിച്ച് കാണിച്ചു കൊടുക്കും ഞാൻ എന്ന് പറഞ്ഞ ശങ്കർ എങ്ങനെ നിൽക്കുക കേട്ടോ. ഈ ശങ്കർ മഹാദേവൻ്റെ അടുത്താ അവളുടെ കളി. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് നമ്മുടെ ഷാൻ അവിടെ നിൽപ്പുണ്ട് കേട്ടോ, ധ്രുവൻ്റെ ശിങ്കിടി. അപ്പോൾ ഇങ്ങനെ ഇത് കേട്ടോണ്ട് നിൽക്കുക. പ്രൊഫസർ ശ്യാമപ്രസാദിൻ്റെ മോള് ശങ്കർ മഹാദേവൻ്റെ മുന്നിൽ ജയിക്കണത് എനിക്കൊന്ന് കാണണോടാ, കാണിച്ച് കൊടുക്കാൻ ഞാൻ എന്ന് പറഞ്ഞ് ശങ്കർ ഇങ്ങനെ മീശയൊക്കെ പിരിച്ച് പണ്ടത്തെ ശങ്കർ ബായിലേക്ക് എത്തുകയാണ്. പിന്നെ കാണുന്നത് ശ്യാം സാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നന്ദിനി പറയുക, ശ്യാമേട്ടാ, എനിക്ക് തോന്നിയത് ശങ്കറിനൊപ്പം ഗൗരി പോകണം എന്നായിരുന്നു എന്ന് പറഞ്ഞു. നന്ദിനി, താൻ എന്താ ഈ പറയണത് എന്ന് ചോദിച്ചു. തനിക്ക് എന്താ പറ്റിയത്? ശങ്കർ ചെയ്തത് തെറ്റൊക്കെ തന്നെയാണ്. അവൻ്റെ തെറ്റ് മനസ്സിലാക്കി ഗൗരിയെ തിരിച്ചു വിളിക്കാനായിട്ട് വന്നില്ലേ? അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടേ എന്ന് ചോദിച്ചു. പിന്നെ ശങ്കറിൻ്റെ അച്ഛനും ഗൗരിയെ കൂട്ടിക്കൊണ്ടുവരാൻ സമ്മതിച്ചല്ലോ. അപ്പം താൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഗൗരിയെ ചാരങ്ങാട്ട് എല്ലാവരോടും മാപ്പ് പറയണമെന്നാണോ എന്ന് ചോദിച്ചു. ഗൗരി അങ്ങോട്ട് പോകാതിരുന്നത് നന്നായെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ശ്യാം സാറ് പറയണം. ശ്യാമേട്ടാ, ഒരു മാപ്പ് പറയണത് കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമെങ്കിൽ അങ്ങനെ അവസാനിക്കുന്നത് തന്നെയല്ലേ നല്ലത് എന്ന് ചോദിച്ചു.
അപ്പോൾ ഇവർ മിണ്ടാതെ നിൽക്കുക. നന്ദിനി പറഞ്ഞതാ തന്നെയാ ശരിയെന്ന് എനിക്ക് തോന്നുന്നു എന്ന് മുത്തശ്ശിയും പറഞ്ഞു കേട്ടോ. പ്രായമുള്ള ആൾക്കാരല്ലേ മോളെ, അവരുടെ മുന്നിലൊന്നും മാപ്പ് പറഞ്ഞു എന്ന് വെച്ച് നിനക്ക് എന്ത് നഷ്ടപ്പെടാനാ? എനിക്ക് മനസ്സിലാവുന്നില്ല മുത്തശ്ശിയും അമ്മയും ഒക്കെ എന്താ ഇങ്ങനെ പറയണതെന്ന്. ഒരു കാര്യം നിങ്ങളാരും മനസ്സിലാക്കാത്തത് എന്താ എന്ന് ചോദിച്ചു. മോളെ ഗൗരി, ദേ ഞങ്ങൾക്ക് നീ സന്തോഷമായിട്ടൊന്ന് ജീവിക്കുന്നത് കാണണം, അത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതെ, ഒരു വാക്കല്ലേ മോളെ, അതൊരു വെറും വാക്കല്ല മുത്തശ്ശി, അത് മനസ്സിലാക്കുക. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആരുടെ കാല് പിടിച്ച് വേണമെങ്കിലും ഞാൻ മാപ്പ് പറഞ്ഞേനെ. പക്ഷേ ഒരു തെറ്റും ചെയ്യാതെ ഞാൻ എന്തിനാ പിന്നെ കുറ്റസമ്മതം നടത്തുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. മോളെ ഗൗരി, ബന്ധങ്ങൾ നിലനിൽക്കാനായിട്ട് ചില സമയങ്ങളിൽ നമ്മൾ സ്ത്രീകളെ ഇത്ര വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും, അത് സ്വാഭാവികമാണ്. നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ക്ഷമ ചോദിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അതൊക്കെ കുടുംബജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു. അമ്മേ, ദേ തെറ്റ് ചെയ്യാതെ ഗൗരി ആ തെറ്റിനെ അംഗീകരിക്കുകയും ക്ഷമ പറയുകയും ചെയ്താൽ അമ്മ പറഞ്ഞതുപോലെ തന്നെ ബന്ധങ്ങൾ നിലനിൽക്കാനാണ് ഗൗരി അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള വിവേകം ആ വീട്ടിലെ ഒരാൾക്ക് തന്നെയും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ആദർശം സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കേട്ടോ. ചെയ്യാത്ത തെറ്റിന് ഒരാളുടെ മുന്നിൽ ക്ഷമ പറഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാമെന്ന് അമ്മയ്ക്കറിയോ എന്ന് ചോദിച്ചു. ഇനിയും ഗൗരിയുടെ മേൽ അവർ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ലൈസൻസായിട്ട് മാത്രമേ അവർ ആ ക്ഷമ പറച്ചിലിനെ കാണൂ. ശങ്കറിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആവശ്യം അത് തന്നെയായിട്ടാ. ഇപ്പം ഞാൻ ക്ഷമ പറഞ്ഞാൽ ചാരങ്ങാട്ട് വീട്ടിൽ ഒരടിമ മാത്രമായിരിക്കും ഞാൻ ഇനി അങ്ങോട്ട്, അത് തന്നെ അവർ ആഗ്രഹിക്കുന്നതും എന്ന് പറഞ്ഞു. എന്നെ ആ അവസ്ഥയിൽ എത്തിക്കാൻ തന്നെയാ ശങ്കറിൻ്റെ അച്ഛനും അമ്മയും തീർന്ന് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത്. പക്ഷേ അതൊന്നും ശങ്കറിന് മനസ്സിലാവുന്നില്ല. ശങ്കർ അത്രയ്ക്കൊന്നും ചിന്തിക്കുന്നതേയില്ല, അതാ പ്രശ്നം. എന്തായാലും നമ്മൾ ഈ തീരുമാനമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞു ആദർശ. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ ഇവരിങ്ങനെ അതിശയത്തോടെ ആദർശനെ നോക്കുകയാണ്. ചാരങ്ങാട്ടുകാർ എന്ത് ചെയ്താലും ഇതുവരെ നമ്മൾ അംഗീകരിച്ച് കൊടുക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ, ഇനി അങ്ങോട്ട് അങ്ങനെ വേണ്ട, ഇനി നമ്മളും പ്രതികരിച്ച് തുടങ്ങേണ്ട സമയമായി, അതിക്രമിച്ചു കഴിഞ്ഞു. മോനെ ആദർശേ, നീയും നിൻ്റെ അച്ഛനും ഗൗരിയും പറയണതൊക്കെ എനിക്ക് നന്ദിനിക്ക് മനസ്സിലാവും. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? ശങ്കറും ഗൗരിയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ നിൻ്റെയും വേണിയുടെയും ജീവിതമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, അത് നീ മറന്നു പോവരുത് എന്ന് പറഞ്ഞു. അപ്പം വേഗം തന്നെ ആദർശ് ചാടി എഴുന്നേറ്റു. അപ്പോൾ തന്നെ നമ്മുടെ ആരതി ചോദിക്കുകയാണ്, ഏട്ടാ ഏട്ടൻ എങ്ങോട്ടാണ് പോണത്? എനിക്കിവിടെ ഇരുന്നാൽ ഭ്രാന്ത് പിടിക്കും, അതുകൊണ്ട് ഞാൻ പോവാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം. ആദർശേ, നിനക്ക് സ്വസ്ഥത കിട്ടണമെങ്കിൽ നീ ആദ്യം നിൻ്റെ ഭാര്യ തിരിച്ചു വരണം, എന്നാലും നിനക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂ എന്ന് മാത്രം നന്ദിനി അമ്മ പറഞ്ഞു. ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ അങ്ങ് പോയിട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രൊഫസറുടെ കണ്ണിങ്ങനെ മറിഞ്ഞു പോവാണ് കേട്ടോ, തല കറങ്ങി. അതെ അച്ഛാ, എന്തു പറ്റി എന്ന് ചോദിച്ചാൽ ഓടിച്ചെന്നു. നിങ്ങൾ പേടിക്കാതെ, എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്നേ, BP ഇച്ചിരി ഷൂട്ടപ്പായെന്ന് തോന്നുന്നു, കുറച്ചൊന്ന് കിടന്നാൽ ശരിയാവും, എന്നാൽ വാ കിടക്കാം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരോട് ചേർന്ന് അച്ഛനെ കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പം മോളെ എന്ന് മുത്തശ്ശി വിളിച്ചു കേട്ടോ. മോളെ, ഒരു കാര്യം പറയാനുണ്ട്, ഗൗരിയോടാണ് പറയുന്നത്. അവൻ്റെ മനസ്സ് നന്നായി നോവുന്നുണ്ട്, ഒന്നും പുറമേ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയും ആ കൂടെ അങ്ങ് പോയി. പിന്നെ കാണുന്നത് നമ്മുടെ ധ്രുവനും ഗ്യാങ് കൂടെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഷാൻ ഓടി വരുന്നത്. എൻ്റെ പൊന്നോ, ഇന്നൊരു കാഴ്ച ഞാൻ കണ്ടു എൻ്റെ മച്ചാനെ, അതൊന്ന് കണ്ടായിരുന്നു, മച്ചാനത് കണ്ടിരുന്നെങ്കിൽ അത് പൊളിയായിരുന്നു എന്ന് പറഞ്ഞു. എന്താടാ ബിൽഡപ്പിട്ട് മറിക്കാതെ കാര്യം എന്താണെന്ന് പറയടാ. നമ്മുടെ ശങ്കർ ഭായി നല്ല വൃത്തിയായിട്ട് ചീഞ്ഞ് വാല് മുറിഞ്ഞ് കാണുന്നത് മച്ചാനൊന്ന് ആലോചിച്ച് നോക്കിയേ എന്ന് പറഞ്ഞു. എന്തൊരു ബ്യൂട്ടിഫുൾ കാഴ്ചയായിരിക്കുമല്ലേ ഇത്. എന്നാലേ ഞാൻ അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ട് വരുന്ന വരവാ. ഷാനെ, നീ സംഭവം ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞടാ. എടാ മച്ചാനെ, നമ്മുടെ ഏട്ടത്തെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ചെണ്ടമേളവും പരിവാരങ്ങളും ഒക്കെ ആയിട്ട് ശങ്കർ ഭായിയും അജിത്തും ജോജുവും എല്ലാവരോടെ നമ്മുടെ പ്രൊഫസറുടെ വീട്ടുമുറ്റത്ത് വന്നു. എന്നിട്ടെന്നാ നമ്മുടെ ശങ്കർ ഭായിക്കൊപ്പം തയ്യാറല്ല എന്ന് പോകാൻ ഗൗരി പറഞ്ഞു. ഇതേ ഇവൻ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ എന്ന് പറഞ്ഞു. എടാ നെഗറ്റീവ് പോകുന്ന മിണ്ടായിരുന്നോണം, ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ് പറയണത്, അല്ലാതെ തള്ളൊന്നും അല്ല. എൻ്റെ പൊന്നഫ്സലെ, നീ ഫ്ലോ കളയാതെ നീ കണ്ട കാര്യം പറശാനെ. അപ്പം ഇങ്ങനെ പറയണം. മച്ചാൻ പറ, എന്നിട്ടെന്താ ഉണ്ടായത്? അങ്ങനെ നമ്മുടെ അജിത്തും ജോജുവും ചെണ്ടമേളക്കാരും ഒക്കെ പ്രൊഫസറുടെ വീട്ടിൽ ഇങ്ങനെ കാത്തു നിൽക്കുക. അപ്പോൾ നമ്മുടെ ശങ്കർ ഭായി ഫുൾ ഡെസ്പായിട്ട് അതേ പുറത്തേക്ക് ഇറങ്ങി വരുന്നു കേട്ടോ. അപ്പോൾ അത് കൊള്ളാലോ. അപ്പോൾ നമ്മുടെ ശങ്കർ ഭായിക്ക് നാണം കേട്ട് തൃശ്ശൂരേക്ക് തിരിച്ചു പോകേണ്ടി വന്നു അല്ലേടാ? അത് തന്നെ ധ്രുവ, എനിക്കിതൊന്നും വിശ്വാസം വരുന്നില്ല. നിനക്ക് വിശ്വാസം വന്നില്ലേ വേണ്ട, ഷാന് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മച്ചാനെ ധ്രുവ,
നമ്മൾ ഡൗട്ട് അടിച്ചത് കറക്റ്റാണ്. അവിടെ ചാരങ്ങാട്ട് വീട്ടിൽ എന്തൊക്കെയോ ഒരു വമ്പൻ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അതെ, അങ്ങനെയാണ് ഗൗരി അവിടുന്ന് പുറത്താകുന്നത്. ഇപ്പോൾ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശങ്കർ ഭായ് പല രീതിയിൽ ശ്രമിച്ചു നോക്കിയേ, പക്ഷേ ഇന്ന് അതിൻ്റെ ലാസ്റ്റ് പരിപാടിയായിരുന്നു, അതും ചീറ്റി. അപ്പോൾ ഷാൻ വേഗം എഴുന്നേറ്റ് ഇങ്ങനെ അല്ല നമ്മുടെ ധ്രുവൻ അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അതെ, മച്ചാനെ ശല്യം ചെയ്യണ്ടാ, നമ്മുടെ മച്ചാൻ എന്തോ ഭയങ്കര ആലോചനയിലാട്ടോ. ആ ചിരി കണ്ടറിയത്തില്ലേ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എന്ന് ഉടനെ അഫ്സൽ പറയാണ്. ദേ ശങ്കർ ഭായിയുടെയും ഗൗരിയുടെയും കാര്യത്തിൽ ഇടപെടരുത്. നിനക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ ധ്രുവ എന്ന് ചോദിച്ചു. ദേ നെഗറ്റീവ് പോകാന്താ, നീ മിണ്ടാതെ അവിടെ നിൽക്കടാ എന്ന് പറഞ്ഞു. അതെ ഞാൻ പറഞ്ഞേക്കാം, അതുകൊണ്ടല്ലോ എനിക്കറിയാം ഗൗള് കാരണം നശിപ്പിച്ചത് എൻ്റെ ജീവിതമാണ്, എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ശിവാനിയാ, അറിയാലോ, വിട്ടുകൊടുക്കില്ല. ഞാൻ എന്തിനാ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ നഷ്ടപ്പെടുത്തുന്ന? അല്ല ഷാനെ, നമ്മുടെ ശങ്കർബായി അവസാനം എന്തു പറയട്ടാ പോയത്? അതൊരു മാസ ഡയലോഗായിരുന്നു കേട്ടോ. അതെന്താണെന്ന് എനിക്ക് കേൾക്കേണ്ടത്. അവൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ തനിക്കും അത് പറ്റുമെന്നും, അതായത് നമ്മുടെ ഏട്ടത്തിക്കും ശങ്കർ ഭായിക്കും തനിച്ച് ജീവിക്കാൻ പറ്റും എന്നാണ് അതിനർത്ഥം. ആഹാ, അപ്പോൾ ഇതൊരു ഡിവോഴ്സിൻ്റെ ലെവലിലാണല്ലോ എന്ന് പറയണം. അത് തന്നെ, ഡിവോഴ്സിൻ്റെ ലെവലൊന്നും അല്ല, ഇത് മിക്കവാറും ഡിവോഴ്സ് ആകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു അഫ്സൽ. ആദ്യമായിട്ട് നീ പോസിറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞല്ലോ, നെഗറ്റീവ് കൊന്താ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവന്മാരെല്ലാം നിൽക്കുകയാണ്. അപ്പോൾ ശങ്കർ ഭായിയും ഏട്ടത്തിയും ഡിവോഴ്സ് ആവും, അത് ഉറപ്പല്ലേ? ഗൗരിയെ ശങ്കർ ഭായി ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മൾ ശങ്കർ ഭായിയെ കൊണ്ട് ഗൗരിയെ ഡിവോഴ്സ് ചെയ്യിപ്പിച്ചിരിക്കും. നീ എന്ത് ചെയ്യുന്ന? ഇനിയാണ് ധ്രുവൻ്റെ യഥാർത്ഥ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോണത്, നീയൊക്കെ കണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കാണുന്നത് നമ്മുടെ നന്ദിനി അമ്മേനെയാണ്. അപ്പം നന്ദിനി അമ്മ കറിയൊക്കെ വെച്ചിട്ട് ഈ ലോകത്തൊന്നും അല്ല, സ്വപ്ന ലോകത്തെന്ന പോലെ നിൽക്കുക. അമ്മേ എന്ന് വിളിച്ചു. എന്താ അമ്മ എന്താ ആലോചിച്ച് നിൽക്കുക? അടുപ്പിലിരിക്കണത് കരിഞ്ഞല്ലോ, അപ്പോഴാണ് ആലോചിക്കുന്നത്. വേഗം തന്നെ അതൊക്കെ ഇറക്കി വെച്ചു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഷോ എൻ്റെ പൊന്നമ്മേ, അമ്മ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കേ. എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞതാ, ഞാൻ അതുപോലെ ചെയ്തോളാം എന്ന് പറഞ്ഞു. നീ പോയിരുന്നൊന്ന് പഠിക്കുക, അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. എൻ്റെ പൊന്നമ്മേ, ദേ അമ്മ ഫുള്ള് മൈൻഡ് ഔട്ടായിട്ടിരിക്കുക, അതുകൊണ്ടാണ് ആ കറി കരിഞ്ഞു പോയത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അമ്മ ഇവിടെ ഇരിക്കുക. ഞാൻ കറിക്ക് അരിഞ്ഞു വെക്കട്ടെ എന്ന് ചോദിച്ചു. അയ്യോ അത് പുതിയ കത്തിയാ, നീ അത് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൈ മുറിയും. പിന്നെ ഞാൻ കൊച്ചുകുട്ടിയല്ലേ എന്ന് ചോദിച്ചു. ഇവൾ കത്തി എടുത്ത് കൈ അടിച്ചു. അപ്പം തന്നെ ആദ്യം തന്നെ കൈ മുറിഞ്ഞു. ഇത് ചോര ഒഴുകാണ് കേട്ടോ. അയ്യോ, എന്നോട് ഞാൻ പറഞ്ഞതല്ലേ പുതിയ പിച്ചാത്തിയാണെന്ന്, ശരിക്കും രക്തം വരുന്നുണ്ടല്ലോ. അപ്പോൾ ഗൗരിയും മുത്തശ്ശിയും കൂടെ ഓടിയെത്തി കേട്ടോ. എന്താ അമ്മേ എന്ന് ചോദിച്ചു. അയ്യോ ദേ ഇവള് കണ്ടോ കൈ മുറിച്ച് വച്ചിരിക്കണത്? അയ്യോ നല്ല ആഴത്തിലുള്ള മുറിവാണല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ വേഗം തന്നെ അവിടെ ഇരുന്നൊരു തുണിയെടുത്ത് നമ്മുടെ ഗൗരി കൈ കെട്ടിക്കൊടുക്കുകയാണ്. ഷോ നിൽക്ക് നീയൊന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ കൈ ചോര വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നിൽക്ക്, നീ ഒന്ന് സമാധാനപ്പെടുക എന്ന് പറഞ്ഞു. നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാം. ഹോസ്പിറ്റലൊന്നും ഞാൻ വരില്ല എന്ന് പറഞ്ഞ ഉടനെ, അതെ ഇത് കുഴപ്പമില്ല, കയ്യിൽ ഇത്തിരി ഓയിൽമെൻറ്റ് ഇട്ടാൽ മതി. ദേ നീ പോയി വേഗം ശ്യാമിനെ വിളിക്കുക എന്ന് മുത്തശ്ശി പറഞ്ഞു. വേണ്ടമ്മേ, അച്ഛൻ ഉറങ്ങിക്കോട്ടെ, BP കൂട്ടിയിട്ട് കിടക്കണതല്ലേ, അച്ഛൻ ഇപ്പോൾ കാർ ഓടിക്കണ്ട. ആരതിയെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം. ഇല്ല ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. വരത്തില്ല എന്നോ? മര്യാദയ്ക്ക് ഗൗരിയുടെ കൂടെ പോക്കോ എന്ന് മുത്തശ്ശി പറഞ്ഞു. ഞാനിവിടെ വരാം. വേണ്ടമ്മേ, ഞങ്ങളോടെ എല്ലാവരുടെ പോയാൽ അച്ഛൻ പേടിക്കും, ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ് ആരതിയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്. ഷോ ഞാൻ അവളോട് 100 വട്ടം പറഞ്ഞതാ മര്യാദയ്ക്ക് പോയിരുന്ന് പഠിക്കാൻ, അവൾ കേട്ടില്ല. അമ്മേ ഇപ്പം സംഭവിച്ച് കണ്ടില്ലേ, അതല്ല നമുക്ക് സംഭവിക്കാനുള്ളതാണ് നന്ദിനി, അതൊന്നും അവളുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, ഇപ്പം നമ്മളുടെ സമയം മോശമാണ്, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ മുത്തശ്ശി. അപ്പോൾ ഇവരങ്ങോട്ട് പോയി. അപ്പോൾ ഗൗരി ഇതേ അവളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡോക്ടർ ഇങ്ങനെ തിരിച്ച് നിന്ന് ഇങ്ങനെ ഹാൻഡ് വാഷ് വെച്ച് കൈ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കയറി ചെന്നിട്ട് ഡോക്ടർ എന്ന് വിളിച്ചു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കി കേട്ടോ. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് നമ്മുടെ ഗൗരിയും അതുപോലെ തന്നെ ആരതിയും കൂടെ. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.